സിമ്പിൾ. Yeah. There only. Okay. Go and come. I will be here. അപ്പം ഇവിടെ ഇതാണ് നമ്മളുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ പുള്ളി പറയുന്നത് ഏതോ ഒരു ഓഫീസറുണ്ട് അവിടെ, ഫോറസ്റ്റ് ഓഫീസിൽ, അവിടെ പോയിട്ട് പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറയുന്നത്. No, bro. It is still going down only. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ കാവേരി നദിയുടെ ഒരു തീരത്താട്ടോ. എന്താ ഭംഗി അവിടെ കാണാൻ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മൾ വന്ന കാടാണ്. ആ കാടിന് അതിൽ ഇങ്ങനെ കറങ്ങി ഇതിലേ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡും ട്രയലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് ചെറിയ രീതിയിലുള്ളൊരു ഓഫ് റോഡും വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ സമയം ഇപ്പം ഇവിടെ 6 മണി. പെട്രോൾ അടിച്ചു, ടാങ്ക് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഒരാളും കൂടെ വരാനുണ്ട് കൂടെ. പുള്ളിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പെട്രോൾ അടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള വണ്ടി ഒരു ഹിമാലയൻ 411 ആണ്. അപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്, സ്ഥലത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഡബാഗുളി എന്നാട്ടോ പേര്. അടിപൊളി പേരാണ് ഡബാഗുളി. ഞാൻ ആക്കി പറഞ്ഞതല്ല, ഡബാഗുളി എന്നാണ്. DABBAU GULI ഡബാഗുളി. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സ്ഥലം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മളിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിനെ ചുറ്റിപ്പറ്റുള്ളൊരു സ്ഥലമാണത്. ബാംഗ്ലൂരിൽ നിന്ന് അറൗണ്ട് ഒരു 100-110 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത്. നമ്മൾ പോകുന്നത് ഒരു കാടിൻ്റെ അകത്തുകൂടെ കയറി, നേരത്തെ പറഞ്ഞ മാതിരി അത്യാവശ്യം ഒരു ഓഫ് റോഡൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കാവേരി നദിയുടെ ഒരു തീരത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡും വലിയ രീതിയിലൊന്നുമില്ല, എന്നാലും ഒരു മോഡറേറ്റ് രീതിയിലുള്ളൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്നാണ് കേട്ടത്. ഞാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഹൈവേന്ന് എക്സിറ്റ് എടുത്തു. നമുക്ക് പോകേണ്ട ഇവിടുന്ന് വലത്തോട്ടാണ്. സോ ലെറ്റ്സ് ഗോ. ഇതിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓഫ് റോഡായല്ലോ. വണ്ടിയുടെ ചെയിൻ സ്ലൈഡർ ഇല്ലാത്തതുകൊണ്ട് ചെയിൻ ഇട്ട് അടിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡുക്കാട്ടിയിൽ പോയപ്പം ക്ലച്ച് കേബിൾ മാറാണ്ടായിരുന്നു. അപ്പം അന്നേരം അവിടെ പോയപ്പം സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓൺ ദ വേ ആണ്. അതില്ലാന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു സൗണ്ട് ഇങ്ങനെ ഇട്ട് അടിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു
ഒരു ഇറിറ്റേഷനാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ഹൈവേൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ അങ്ങ് പോകുന്നു കേട്ടോ. ഇപ്പം നേരത്തെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അത് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മഴക്കാറുണ്ട് ഇവിടെയൊക്കെ. ചെറിയ രീതിയിൽ രാവിലെ മഴ പെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ റൈഡ് തുടങ്ങിയത് 6 മണിക്കാണ്. ഇപ്പം 6:40 നമുക്ക് ഇനിയുണ്ടൊരു 67 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് നിർത്തി ചെറുതായിട്ടൊന്ന് കോഫി കുടിച്ചു. നമ്മളിത് വീണ്ടും പോകുന്നു. ഇനിയൊരു 57, എത്രയാണ് പറഞ്ഞ് 57 57 കിലോമീറ്റേഴ്സ് ഇനിയുമുണ്ട്. യെസ്, 57. നമ്മൾ ഈ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം ആനകളൊക്കെ ക്രോസ് ചെയ്യുന്നൊരു ഏരിയ ആണ്. പോയി നോക്കാം. സോ ലെറ്റ്സ് ഗോ. കാടിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ കേട്ടോ. ഒരു ഫ്രഷ് എയറും. അത് ഇത്രയും നേരം നമ്മളിപ്പോൾ വില്ലേജും ടൗണിലൂടെയൊക്കെ വന്ന്, അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ ആ ഒരു എയറിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ മാറി. നമുക്കിനി 4.8 കിലോമീറ്റർ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയിട്ട് വേണം നമുക്ക് ആ ഒരു ഓഫ് റോഡ് ട്രെയിലിലോട്ട് കയറാറായിട്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഫോറസ്റ്റ് കയറാൻ പോവാണ്. കാരണം എന്താ, ഇവിടെ ഫോറസ്റ്റിൻ്റെ മറ്റേ ഇലക്ട്രിക് വെയിലെല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല ആനകളൊക്കെ ക്രോസ് ചെയ്യുന്നൊരു റോഡും കൂടെ ആണത്. പോയി നോക്കാം ഏതായാലും. ദിസ് വൺ ഉള്ളി ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. പോകാൻ പറ്റുമോ എന്തോ, പോയി നോക്കാം. ഓ, ഇതെന്നാണെന്ന് തോന്നുന്നുണ്ട്. വൺ മിനിറ്റ് ബ്രോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇതാണ് നമ്മളുടെ ആ ഒരു ട്രാക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ആ മലയൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ കാവേരിയുടെ ആ ഒരു തീരത്ത് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ കുറേ നേരമായി വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. പോയി നോക്കാം. ഓ, ഇതിൽ വണ്ടികളെല്ലാം പോവല്ലേ. സോ ലെറ്റ്സ് ഗോ. എന്നാ വിട്ടോ ബ്രോ.
അപ്പോൾ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് പോകുന്നത്. ഓഫ് റോഡിങ് എന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ നമ്മളിങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. ഒരു വലിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡിങ് ട്രയലൊന്നുമല്ല. ചെയിനിട്ട് വല്ലാണ്ടിട്ട് അടിക്കുന്നുണ്ട്. ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓൺ ദ വേ ആണ്. പക്ഷെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആണ് ആ ഒരു സൗണ്ട്, ആ ഒരു ചെയിൻ അവിടെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നത്. അല്ലാണ്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു അരോചകത്വം. എവിടെ നമുക്കിങ്ങനെ 11 കിലോമീറ്റർ ഇങ്ങനെ പോകാണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒന്ന് ചെക്ക് പോസ്റ്റ് എന്തോ വരുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞേ. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. എൻഡ്യൂറോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ പവർ 75 bhp ആയിട്ട് കുറയും, ABS ഓഫ് ആവും. ട്രാക്ഷൻ പിന്നെ അതിൽ സെറ്റായി കിടക്കുന്നത് 2 കാണിക്കുന്നത്. 8 ലെവൽ ട്രാക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി സീനുള്ളവിടെ. മൊമെൻ്റം കീപ്പ് ചെയ്തോ. ബാക്കിലെ ടയറൊക്കെ സ്പിന്നാവുന്നുണ്ട്. ഞാനീ സ്പോർട്സ് മോഡിലും ഇതിന് വലിയ ട്രാക്ഷനൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ പൊന്നപ്പം തന്നെ താഴെ പോയേനെ. സ്പോർട്സ് മോഡിൽ ഇതിൽ കിടക്കുന്ന ട്രാക്ഷൻ 2-ലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ABS 2-ലും ആണ്. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാണ്ടാവില്ല. ABS ഒരു 2-ൻ്റെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അയ്യോ പണി പാളി, നമുക്ക് ആ മൂലയിൽ കൂടെ വരണമായിരുന്നു. ഇപ്പോൾ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് വലിയ സീനുണ്ടാവില്ല. അത്യാവശ്യം ടാസ്ക് ഉണ്ട്. ഞാൻ ആ മൂലയിൽ കൂടെ വന്നു, അതാ പ്രശ്നം പാതി. ഇത് മോഡറേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡ് തന്നെയാണ്. പൊക്കോ പൊക്കോ പൊക്കോ. അതേ പോകുന്നു. അവിടെ ഒരു സ്പ്ലെൻഡർ ഡബിൾ വെച്ചിട്ട് കൂളായിട്ട് അതാ പോകുന്നത്. സ്പ്ലെൻഡർ തന്നെ അല്ലേ? അവരൊക്കെ ഇതിൽ സ്ഥിരം പോകുന്ന ടീംസാന്ന് തോന്നുന്നുണ്ട്. ഓ ഓ ഓ ഓ ഓ ടാറിട്ട റോഡോ? അടിപൊളി. അത് ശരി, ഇതിൻ്റെ ഇടയിൽ ടാറിട്ട റോഡും ഉണ്ടോ? അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോഴത്തേന് കൈയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ആ കാട് ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു
സ്ഥലമാണ് കാണുന്നത്. ഫുൾ കൃഷിയിടങ്ങളാണ്. ഏതോ ഒരു ഗ്രാമം. ഈ റോഡിൻ്റെ ഒരു കോലം കണ്ടിട്ട് വാഹനങ്ങളൊന്നും പോകാത്ത റോഡാന്ന് തോന്നുന്നുണ്ട്. കാരണം ഫുൾ മണലും പൊടിയും എല്ലാം കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി പച്ചപ്പ് കാണാൻ തുടങ്ങി, കാട് വീണ്ടും കയറാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷനും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്ന അവിടുന്ന് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ പോകാനുണ്ട് കേട്ടോ. ആ കാവേരി തീരത്തോട്ട് പോകാൻ വീണ്ടും അവിടുന്ന് വീണ്ടും എനിക്ക് 1.5 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ മാപ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരെ മാപ്പ് കാണിക്കുന്നുള്ളൂ. അതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ടോളുണ്ടോ? ഇവിടുന്ന് കുറച്ചുകൂടെ, ഇതാണ് ചെക്ക് പോസ്റ്റ്, ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഇവിടെ വരെ എത്തണം. ഞാൻ കൊടുക്കാം. ആയില്ല, ടൈം ആയില്ല. ஸ்கூல் இருக்கு அங்கேயா? தொழில் நம்பிக்கை இன்னும் ஸ்ட்ரைட்டில் போகணுமா? എന്താ പറഞ്ഞേ? ഫോറസ്റ്റ് ഓഫീസാ? I'll stay here. Then I'll have money. No, take. Then go and come. I'll be here. Huh? Sorry? Stay here only. They will ask vehicle number. Okay. Where it is? School we crossed now. Yeah. There only. Okay. Go and come. I will be here. അപ്പോൾ പുള്ളി വരുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി ഇങ്ങനെ ഇവിടെ പോസ്റ്റാണ്. ഒരു 10 മിനിറ്റോളം പോസ്റ്റായി. 10 മിനിറ്റിലല്ല, കൂടുതലായി. പുള്ളി ഇതാ വരുന്നത്. പെർമിഷൻ എടുക്കാൻ വേണ്ടി പോയതാ. എന്തായി? സീനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസറെ പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞേ ഒരു ബൈക്കും കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം പുള്ളിക്കൊരു ചെറിയൊരു കയ്യിലൊരു ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അലോ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. നോക്കാം എന്താവും എന്നുള്ളത്. ಇಲ್ಲ ಏನಿಲ್ಲ. ಚೆಕ್ ಮಾಡಿ ಏನೂ ಇಲ್ಲ. പുള്ളി ഹലോ ആക്കിയിട്ടുണ്ട്. പോവാം.
പുള്ളിക്ക് ഒരു 100 രൂപ കൈമടക്കാണ്ട് കൊടുത്ത്. ചുമ്മാ പറയുന്നതായിരിക്കും ചിലപ്പോൾ. നമ്മളേതായാലും വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പുള്ളി അവിടെ പോയിട്ടൊരു പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയി ഒരു ഓഫീസറെ കണ്ടു. പുള്ളി അവിടെ നിന്ന് പറഞ്ഞു ഒരു വണ്ടി നിങ്ങൾ കൊണ്ടുപോകാം, ഒരെണ്ണം അവിടെ പാർക്ക് ചെയ്തിട്ട് പൊക്കോ പറഞ്ഞ്. അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഇയാൾക്കൊരു 100 രൂപ കൊടുത്തപ്പോൾ പെട്ടെന്ന് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഡ്രോൺ അലൗഡ് അല്ല, ഡ്രോൺ എടുക്കരുത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം. ഇവിടെയൊക്കെ നല്ല റോഡാണല്ലോ. നിങ്ങൾ മറ്റേ ഒരു ഇച്ചി ബൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ട്രാവലർ ഉണ്ട്, ഒരു ലേഡിയാണ്. പുള്ളിക്കാരത്തിയുടെ വീഡിയോ കാണലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരുപാട് റോഡുകൾ പുള്ളി ഇങ്ങനെ ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ബോർഡർ ക്രോസ് ചെയ്യുന്നതൊക്കെ ഇതുപോലത്തെ റോഡും കാര്യങ്ങളും. അതാണ് എനിക്കിപ്പോൾ ഈ ഒരു റോഡ് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. പുള്ളിയുടെ വീഡിയോ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതുപോലെ ഭയങ്കര എന്താ പറയുക, എക്സ്ട്രീംലി ഓഫ് റോഡായിട്ടുള്ള കാര്യങ്ങൾ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളിലൊക്കെ പുള്ളിക്കാരത്തി പോകാറ്. ഒരു ഹോളണ്ടുകാരത്തിയാണ്. അത്യാവശ്യം നല്ല ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഹിമാലയൻ 450 ഇറങ്ങുന്നതിന് മുമ്പായിട്ട് പുള്ളിക്കാരത്തി ആ ഒരു റൈഡൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഹിമാലയൻ സ്പിതി വാലിയിലൊക്കെ. ബാക്കിൽ ടയറൊക്കെ തെന്നി മാറുന്നുണ്ട്. എന്തോ ജീവി, പലതരത്തിലുള്ള ബേർഡ്സുകളുണ്ട് കേട്ടോ അവിടെ. ആന ക്രോസിങ് ഏരിയ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും സാധനത്ത് കാണാനൊന്നും കഴിഞ്ഞില്ല. അമ്പ നല്ലൊരു ഇറക്കാനുള്ളത്. ഇത് തിരിച്ചു വരുമ്പോൾ പണിയാണല്ലോ പോനെ. അതേ പോകുന്നു അങ്ങോട്ട്. അയ്യോ, അങ്ങോട്ടൊക്കെ പോയാൽ തീർന്ന്.
എനിക്ക് തോന്നുന്നു നമ്മൾ എത്താറായിട്ടുണ്ട്. കാരണം ആ മലേൻ്റെയും ഈ ഒരു മലയുടെ ഇടയിലായിട്ടാണ് ആ കാവേരി റിവർ ഒഴുകുന്നത്. നമ്മൾ ഈ ഇറങ്ങുന്നത് അങ്ങോട്ടേക്കായിരിക്കണം. അധികം ദൂരം ഇല്ല എന്ന് തോന്നുന്നു. ഓ സീന് ഫുള്ള് മണലും ചെറിയ പൊടിക്കല്ലുകളുമാണ്. അതാണൊരു പേടി. യെസ്, റിവർ കണ്ടു തുടങ്ങി. പോളി വൈബ് കേട്ടോ. ഇവിടെ ഇപ്പം ഇങ്ങോട്ട് ബൈക്ക് അലൗഡ് അല്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഇതാണ് ആരെങ്കിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും തെണ്ടിത്തരവും കച്ചറൊക്കെ കാണിക്കും. അതാണ് ഒരു പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ആരൊക്കെയോ കാടിൻ്റെ അകത്തോട്ട് പോയിട്ട് അലമ്പാക്കി വെള്ളം അടിച്ച്, അപ്പോൾ അതുകൊണ്ട് ബൈക്ക് അലൗഡ് ചെയ്യാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും നമ്മൾ അലൗഡ് ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. നമ്മളടുത്ത് ഡ്രോണും ഇല്ല, ഒരു തേങ്ങയില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു ഇഷ്യൂ ഇല്ല. ഓ എത്തി. ഓ സ്പിന്നായി ബാക്കിൽ ടയറ്. അങ്ങോട്ട് പോവാം. ആ നമ്മളിപ്പോൾ അങ്ങനെ കാടൊക്കെ ഇറങ്ങിയതാ കാവേരി നദിയുടെ തീരത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ മണലാണല്ലോ അവിടെ. മണല് ഓ ഷിറ്റ് സീന്. ഫ്രണ്ട് ടയർ തെന്നുന്നുണ്ട്. അമ്പ അത്യാവശ്യം സീനാണ്. മണലിലൂടെ ആയിട്ട് ടയറ് മണലിലങ്ങ് ആണ്ട് പോകുന്നതാണ്. സോ നമ്മളിപ്പം ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. വണ്ടിയുടെ കീ ഓണാണോ എന്തോ, ഓഫാ. യെസ്, അപ്പോൾ നമ്മൾ കാവേരിയാണ് പോകുന്നത്. കാവേരി നദിയുടെ തീരത്താണ് നമ്മളുടെ 2 വണ്ടിയുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പിക്നിക് ഏരിയ ആണ് കേട്ടോ. ഫുൾ മണലും. ഇപ്പം മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളം കയറാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം വലിയ ഇതില്ല, എന്നാലും അത്യാവശ്യം ഒഴുക്കുണ്ട് വെള്ളം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇവിടെ ചില്ല് ചെയ്യട്ടെ. അപ്പം ഗൈസ് അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ചെറിയൊരു ഓഫ് റോഡിങ് ട്രയൽ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടുകയും ചെയ്യുക. പുള്ളി ഇത് ആപ്പിളും വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.